നിങ്ങളുടെ കേസ് പ്രസന്റ് ചെയ്യൂ. യെസ്. ബഹുമാനപ്പെട്ട കോടതി, ഇക്കാലത്തെ ക്രൈം ഹിസ്റ്ററിയിൽ ഒരുപാട് വളരെ മോശമായ ക്രിമിനലുകൾ മർഡർ കൺവെക്ഷനിൽ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ട്. അതും ഈ കോടതിയിൽ വെച്ച് തന്നെ. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്, പാമ്പുകളെ പോലെ. പക്ഷെ ഇക്കാര്യത്തിൽ ഈ പാമ്പുകൾ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. ഇക്കാര്യത്തിൽ എന്തായാലും ശരി, ആ 2 പാമ്പുകളും നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. യുവർ ഓണർ, ഇഷ്യൂ അത്രയ്ക്ക് ക്ലിയർ അല്ല. കേസ് ഡീൽ ചെയ്യുമ്പോൾ പോയിന്റ്സ് പറഞ്ഞു വേണം തുടങ്ങാൻ. മനുഷ്യനായി എൻ്റെ ക്ലയന്റ് എങ്ങനെയാ പാമ്പായി മാറുന്നത്? അവരെ എങ്ങനെ വിഷപ്പാമ്പുകൾ എന്ന് വിളിക്കും? എന്റെ എതിരിൽ നിന്ന് വാദിക്കുന്ന ആള് ഒരു ഫേമസ് ലോയറോ മറ്റോ ആണോ? ഇപ്പോഴൊക്കെ കോർട്ടിലേക്ക് വരുമ്പോൾ റെലവന്റ് പേപ്പേഴ്സ് ഒന്നും വായിക്കാതെയാണോ വരുന്നത്? അതിന് ഞാനെന്ത് ചെയ്യാനാ? കഷ്ടം, വളരെ വളരെ കഷ്ടം. സൈലന്റ്, സൈലന്റ് പ്ലീസ്. ഒരുപാട് എഴുതിക്കൂട്ടിയ പേപ്പേഴ്സ് ചുരുട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. മനുഷ്യരതിൽ കപ്പലണ്ടി പൊതിയും, വായിക്കാറില്ല. ഓരോ കേസിന്റെ കാര്യത്തിലും നിങ്ങൾ പ്രിപ്പയറായിട്ട് വരേണ്ട ആവശ്യമില്ല. ഒരിക്കലും ആവശ്യമില്ലാത്ത കുറെ കെട്ടുകഥകൾ പറഞ്ഞിട്ട് കേസിന്റെ വഴി തിരിച്ചുവിടാൻ നോക്കിയാണ്. മതി മതി, ഇത്രയും മതി. പോയിന്റ് ഹിയർ. ബഹുമാനപ്പെട്ട കോടതിയോട് മിലാറ്റ് വലതുകാലം കൊണ്ട് വീണ്ടും വീണ്ടും കിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കഷ്ടം തന്നെ. വലതുകാല്. ഓക്കെ, ദയവേത് നിങ്ങളുടെ വലതുകാലൊന്ന് കാണിക്കൂ. ഇപ്പൊ എന്തു പറ്റി മാഡം? എന്റെ സഹായം വേണം. വലതുകാലം കൊണ്ട് 4-5 പ്രാവശ്യം ചവിട്ടി എന്നല്ലേ പറഞ്ഞത്? ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ചവിട്ടി കൊന്നല്ലേ പറഞ്ഞത്? അത്രയ്ക്ക് പവറും ശക്തിയൊന്നും ഇവനില്ലല്ലോ. മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. പോയിന്റ് പറഞ്ഞു വേണം ബാധിക്കാൻ. വെറുതെ അത് ഇതും പറഞ്ഞ് കോടതിയുടെ സമയം വെറുതെ പാഴാക്കി കളയരുത്. തെറ്റാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് 14 ഓഗസ്റ്റ്. അതായത് മാഡം, സാറേ മാഡം, ഈ പുലിയും പോത്തും ഒരേ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാറില്ല. പക്ഷെ ഒരു കപ്പിൽ നിന്ന് ചായ കുടിക്കും. ജീവിതത്തിനും ജീവിക്കുന്ന വിധത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വലിയൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു പോരാട്ടം തന്നെയാണ്. നിങ്ങളാ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് കറക്റ്റ് പോയിന്റാ സാറേ. അത് കറക്റ്റാ, കലക്കി ഷാർപ്പായിട്ടുള്ള പോയിന്റാ. ഷാർപ്പായതുകൊണ്ടാണല്ലോ ഞങ്ങളെ തേടി പവർഫുൾ കേസൊക്കെ വരുന്നത്. നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് വലിയ ലോയേഴ്സ് അല്ലേ? എന്താ ശരിയല്ലേ? ഒരുപാട് ദൂരെ ഉള്ളവർക്ക് വരെ അറിയാം എത്ര പേരാ ദൂരെ നിന്ന് അന്വേഷിച്ചു വരുന്നത് നിങ്ങളെ. ഞങ്ങളിപ്പോ വന്നതേ നിങ്ങളെ കണ്ടൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കണ്ടു, സംസാരിച്ചു, മനസ്സിലാക്കി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാലോ. അതെന്തായാലും സന്തോഷമായി. അതെ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? അല്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് വന്നോണ്ടിരിക്കുവേ. അതാ. ഓ, കഴിഞ്ഞു. നിനക്ക് ടെൻഷനുണ്ടോ? എന്നാലേ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നീ ചെന്ന് നന്നായി ഓടി കളിക്ക്. അതെ, വാതിലൊന്നും മുട്ടിയിട്ട് അകത്തേക്ക് വരാൻ പാടില്ലേ? ഇതെന്റെ പ്രൈവറ്റ് റൂമാ. ഒരു മര്യാദ അതാ ഞാൻ കൊണ്ടുവന്നത്. അത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് പൊക്കോ. എന്താണ് നീ ഒരുമാതിരി ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽക്കുന്നേ? അല്ല, അമ്മ ഇന്ന് പറയുന്നുണ്ടായിരുന്നു പായസത്തിൽ ഒരുപാട് പഞ്ചസാര ഇട്ടൂന്ന്. പക്ഷെ അത് മതിയാവുന്ന എനിക്ക് തോന്നുന്നത്. ഒന്നത് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാ ഞങ്ങൾക്ക് തൃപ്തിയാവില്ലേ? എന്താ ദൈവം ഇതൊന്ന് പേടിക്ക് പ്ലീസ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടത് പിടിച്ചോണ്ട് വന്നെന്നറിയാമോ? ഒന്ന് പേടിപ്പിക്ക്. ഇവളുടെ ഒരു കാര്യം. എന്റെ അമ്മേ, എന്റെ ഈശ്വര, പാമ്പ് കടിച്ചതിന് ബോധം വല്ലതും പോയോ? ആരെങ്കിലും ഒന്ന് വരണേ. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ അഭിനയിച്ചത്. തൽക്കാലം നീ ഇതിനകത്ത് തന്നെ ഇരുന്നോ. അല്ല,
ഒക്കെ നിനക്കുണ്ടാക്കിയതാ. നാളത്തേക്ക് ഒരു വിരുന്ന് ഏർപ്പാട് ചെയ്യണം കേട്ടോ. ഫത്തേപൂരിൽ നിന്ന് 2 ലോയേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സാധാരണ ലോയേഴ്സ് അല്ല, ടോപ്പ് ക്ലാസ് ലോയേഴ്സ്. നമുക്കിപ്പോ എന്തിനാ വക്കീൽമാര് വരാൻ മാത്രം ഇവിടെ എന്താണ് ഇപ്പൊ പ്രശ്നം? നീ ഒരു പെണ്ണല്ലേ, അടുക്കളയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. വക്കീലിനെ കുറിച്ച് മീറ്റിങ്ങിനെ കുറിച്ചൊന്നും നീ അറിയണ്ട. ഒരക്ഷരം മിണ്ടാതെ ഇവിടെ എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. ആഹാരമൊക്കെ നന്നായിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം വരും പറഞ്ഞേക്കാം. മതി, വിശപ്പൊക്കെ പോയി. ഫുഡൊക്കെ എന്റെ റൂമിലേക്ക് കൊടുത്തേക്ക്. ജോലിക്കാരത്തെ കുറിച്ച് സംസാരിക്കുന്ന അച്ഛൻ ഒട്ടും ഇഷ്ടമല്ല. അതറിഞ്ഞുകൊണ്ട് എന്തിനാ അമ്മ വെറുതെ? മനസ്സ് തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ നീ ഈ കുടുംബത്തിലെ ഒരു അംഗമാവില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സംസാരിക്കാതിരുന്നാൽ എല്ലാം തകർന്നു പോകും. അമ്മ, ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല അമ്മ. അതെന്താ അമ്മ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാത്തത്? ദേ നോക്കി, അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലേ അമ്മ ഇത് എന്നോട് പറഞ്ഞാൽ മതി. അമ്മയ്ക്കും മോനും ദിവസം മുഴുവനും സംസാരിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ കൂടുന്ന പൊക്കോ. അതെ, നിങ്ങളോടാ. നിങ്ങളോടും കൂടാ. ചെല്ലേ. ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് തെളിച്ചു പറഞ്ഞില്ല. പാർട്ടീസ് ആരൊക്കെയാണ്? ഞങ്ങൾ 2 പേരുവാ, സഹോദരന്മാരെ പോലെയാ. എന്റെ അനിയനാ. വാദിയും പ്രതിയും ഒരേ ടേബിളിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുക. പിന്നെന്തിനാ നിങ്ങൾ കോർട്ടിൽ കേസ് കൊടുക്കുന്നത്? അല്ലല്ല മാഡം, ആക്ച്വലി ഈ കേസ് എന്ന് പറയുന്നത് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി ഉള്ളതാണെന്ന് അങ്ങ് കരുതിയാൽ മതി അല്ലേ? അതെ 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 അതെ, കാരണം ഞങ്ങൾക്ക് ഒരുപാട് സമയം കിടപ്പുണ്ട്. ജുവൽ സാർ, ഇവരെന്താ ഈ പറയുന്നതെന്ന് വല്ല മനസ്സിലായോ? എനിക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ഒരു പിടി കിട്ടുന്നില്ല. ഹേയ് അഡ്വൈസർമാരെ, നിങ്ങൾ എന്ത് വക്കീൽമാരെ കൊണ്ട് കൊണ്ടുവന്നത്? നമ്മൾ ഏൽപ്പിച്ച ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയണേ. ഇവരൊക്കെ വേസ്റ്റാ. വേണ്ട പോവാൻ പറ. അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് ഖാദർ സാറേ, കേസ് നിങ്ങൾ തമ്മിൽ പരസ്പരം അല്ലേ? അപ്പോ കേസ് ഇവരങ്ങ് വാദിച്ചോട്ടെ. കേസിൽ കുടുങ്ങിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ കുരുക്കഴിക്കുന്നത്? സാറേ, ഞങ്ങൾ പറഞ്ഞു വന്നതേ അതായത് നിങ്ങൾ തമ്മിലേ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞു വന്നതേ. അതിഭയങ്കരമായ കോംപ്ലിക്കേഷൻ, അതിഭയങ്കര കോംപ്ലിക്കേഷൻ, പവർഫുൾ കോംപ്ലിക്കേഷൻ അല്ലേ സാറേ? ഞങ്ങൾ ശരിക്കും കുരുക്ക് അഴിക്കുന്നവരാ, മുറുക്കുന്നവരല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്തെന്ന് വെച്ചാ തെളിച്ചങ്ങ് പറഞ്ഞാ മതി. ചേട്ടനോട് ഉള്ളപ്പോ എനിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതാ നോക്ക്, ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാ ഞങ്ങൾ 2 പേരും സഹോദരന്മാരാ. ദാ നോക്കൂ, കേസും കോർട്ടും ഒന്നും പിള്ളാരുകളിയല്ല കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്തരം മണ്ടൻ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ആരാ പറഞ്ഞു തന്നത്? എങ്ങനെ തോന്നി ഇത് ചെയ്യാൻ? ഇതൊക്കെ മനുഷ്യര് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹ് നിങ്ങൾക്ക് അതെല്ലാം നൽകിയിട്ടുണ്ട്. അത് ശരിയാ. പിന്നെന്തിനാ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നേ? ഞങ്ങളുടെ സമാധാനമൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊരു കേസ് ഫൈറ്റ് ചെയ്യണം, അതങ്ങ് ചെയ്താ പോരെ. വക്കീലിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ സഹായിക്കുക എന്നതാണ്, അല്ലാതെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്. പോവാൻ ജുവൽ സാർ. നിങ്ങൾക്ക് കേസ് വാദിക്കാൻ താല്പര്യമില്ലെങ്കിൽ വാദിക്കണ്ട. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാലോ. ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വേണ്ട സാറേ, ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാ വന്നത്. മറ്റൊരു ദിവസം വരാം. ശരിയെന്നാ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. അല്ലാഹ് ഹാഫിസ്.